Hi friends, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ 30 ഡേയ്സ് ഹെയർ ഗ്രോത്ത് ചലഞ്ച് നമുക്ക് ഇന്ന് മുതൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ട്ടോ. അപ്പോൾ നമ്മുടെ ചലഞ്ചിൽ ഇന്ന് ഡേ 1 ആണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ചലഞ്ചിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്താൽ മതി ട്ടോ. കഴിഞ്ഞ വീഡിയോയ്ക്ക് എനിക്ക് കമന്റ്സിന് കുറേ റിപ്ലൈ തരാൻ പറ്റിയില്ല, കുറച്ച് തിരക്കുകളും കാര്യങ്ങളും ആയതുകൊണ്ടാണ്. പിന്നെ എൻ്റെ മുടിക്ക് ഇപ്പോൾ ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. മുടി കൊഴിച്ചിൽ ഞാൻ പറഞ്ഞായിരുന്നു, മുടി കൊഴിച്ചിൽ നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ താരൻ്റെ പ്രശ്നമുണ്ട്, മുടി പൊട്ടി പോകുന്ന പ്രശ്നമുണ്ട്, മുടിക്ക് ഡ്രൈനെസ്സും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ മുടിക്ക് എന്തെങ്കിലും പ്രശ്നമുള്ള സമയമാണ്, മുടി കൊഴിച്ചിലോ താരനോ മുടി പൊട്ടിപ്പോകുന്നതോ മുടിയുടെ ഡ്രൈനെസ്സോ മുടിക്ക് ഉള്ളില്ല എന്നുള്ള പ്രശ്നമോ അങ്ങനെ എന്തായിക്കോട്ടെ, നിങ്ങൾക്ക് ഇപ്പോൾ ഹെയർ കെയർ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ എൻ്റെ കൂടെ കൂടാട്ടോ. നമുക്ക് ഒരു 30 ദിവസം കൊണ്ട് നമ്മുടെ മുടിയുടെ പ്രശ്നങ്ങളും കാര്യങ്ങളും എല്ലാം നമുക്ക് മാറ്റിയെടുക്കാം. പിന്നെ അജി സിമ്പിളായിട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയാലോ, ഞാൻ അങ്ങനെ മാത്രമേ ചെയ്യുള്ളൂ. വലിയ പൈസ മുടക്കും കാര്യങ്ങളൊന്നും ഇല്ലാതെ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മാത്രമായിരിക്കും നമ്മുടെ ചലഞ്ചിലെ പാക്കുകളും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെയും കാണുന്നുണ്ടെങ്കിൽ ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അജിഷ. നിങ്ങൾ വീഡിയോസൊക്കെ കണ്ടു നോക്കുക. നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണ്, യൂസ്ഫുൾ ആവുകയാണ് തോന്നുകയാണെങ്കിൽ മാത്രം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് ഇന്ന് ആദ്യത്തെ ദിവസം തന്നെ മുടിയിൽ നന്നായിട്ട് ഓയിൽ തേച്ച് കൊടുക്കാം കേട്ടോ. മുടിയിൽ നന്നായിട്ട് ഓയിലൊക്കെ തേച്ച് മുടിയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തുകൊണ്ട് തന്നെ നമ്മുടെ ചലഞ്ച് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഹെയർ ഓയിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ കരിജീര എണ്ണ കാച്ചുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ഏത് ഹെയർ ഓയിലാണോ ഉപയോഗിക്കുന്നത് അത് നിങ്ങൾക്ക് ചലഞ്ചിൽ ഉപയോഗിക്കാം. എണ്ണ ഇടയ്ക്കിടയ്ക്ക് മാറ്റാതിരുന്നാൽ മാത്രം മതി കേട്ടോ. അപ്പോൾ ഡീപ്പ് ഹെയർ ഓയിലിംഗ് ചെയ്യുന്ന ദിവസം നമ്മൾ അത്യാവശ്യം ഓയിൽ എടുത്തിരിക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് മുടിയൊക്കെ ഉള്ളവരൊക്കെ ആണെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഇപ്പോൾ എത്ര ഓയിൽ വേണം നിങ്ങൾക്ക് അറിയാലോ. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ ഓയിൽ കൂടുതലായിട്ട് എടുക്കുക. അപ്പോൾ ഞാൻ ഇന്ന് ഓയിലിലേക്ക് വേറെ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. നമ്മൾ ഇതൊന്ന് ചൂടാക്കി എടുക്കണം. അപ്പോൾ ഡയറക്റ്റ് തീയിൽ വെച്ച് ചൂടാക്കരുത്. ഒന്നില്ലെങ്കിൽ വെള്ളം തിളപ്പിച്ചിട്ട് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് ചൂടാക്കുക, അല്ലെങ്കിൽ അടുപ്പിൻ്റെ സൈഡിൽ വെച്ച് ചൂടാക്കാം. വെയിലുണ്ടെങ്കിൽ വെയിലത്ത് വെച്ചിട്ട് നിങ്ങൾ ചൂടാക്കിയാൽ മതി. അപ്പോൾ ഞാനിതാ ഓയിൽ ചൂടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നന്നായിട്ട് മുടിയിൽ സ്കാൽപ്പിലൊക്കെ തേച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇന്ന് ഓയിൽ തേക്കുന്നതിന് മുമ്പായിട്ട് മുടി നന്നായിട്ട് ചീകി കെട്ടൊക്കെ കളയണം. അപ്പോൾ ഞാൻ മുടി ഇപ്പോൾ ചീകി കൊണ്ടാണ് കേട്ടോ ചീകുന്നത് കാണിക്കാത്തത്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ താരൻ്റെ പ്രശ്നമുള്ളവരൊക്കെ ആണെങ്കിൽ ചീപ്പ് ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് താരനൊക്കെ ഇളക്കി കൊടുക്കണം കേട്ടോ. എന്നിട്ട് നമ്മൾ ഓയിലൊക്കെ തേക്കുകയാണെങ്കിൽ താരൻ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ കഴുകുന്ന സമയത്ത് പോയിക്കോളും. അപ്പോൾ ഓയിൽ തേച്ച് കൊടുക്കും. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഞാൻ ഇന്ന് ഓയിൽ ഒന്നും ചേർത്തിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നല്ല, തണുപ്പ് പ്രശ്നമില്ലാത്തവരൊക്കെ ആണെങ്കിൽ കാസ്റ്റർ ഓയിൽ നിങ്ങൾക്ക് ചൂടാക്കുന്നതിന് മുമ്പ് ചേർത്ത് കൊടുക്കാം. നിങ്ങൾ ഉപയോഗിക്കുന്ന ഓയിലിന്റെ 1/4 ഭാഗം കാസ്റ്റർ ഓയിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ തണുപ്പായതുകൊണ്ടാണ് ഇന്ന് കാസ്റ്റർ ഓയിൽ ഒഴിവാക്കിയത്. പിന്നെ ഇങ്ങനെ ചൂടാക്കി കഴിഞ്ഞിട്ട് ഒരു വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ ഉണ്ടെങ്കിൽ ക്യാപ്സ്യൂൾ നിങ്ങൾക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. വൈറ്റമിൻ ഇ ഓയിൽ ആണെങ്കിലും കുഴപ്പമില്ല കേട്ടോ, അതും ചേർത്ത് കൊടുക്കുക. ഞാൻ എല്ലാം തണുപ്പായതുകൊണ്ടാണ് പരമാവധി സാധനങ്ങൾ ഒഴിവാക്കിയിട്ട് ചെയ്യുന്നത്. പിന്നെ മഴയല്ല, അപ്പോൾ എനിക്ക് ഒന്നാമത് ജലദോഷമൊക്കെ മാറിയിട്ടേ ഉള്ളൂ. അപ്പോൾ തണുപ്പ് പ്രശ്നമാവും, അതുകൊണ്ടാണ്. നിങ്ങൾക്ക് പ്രശ്നമല്ലെങ്കിൽ കാസ്റ്റർ ഓയിൽ അല്ലെങ്കിൽ വൈറ്റമിൻ ഇ ഇതിനകത്ത് ചേർത്തിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ അത് ഹെയർ ഗ്രോത്തിന് ഏറ്റവും നല്ലതാണ്. പിന്നെ ഡീപ്പ് ഹെയർ ഓയിലിംഗ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് എല്ലാവർക്കും അറിയാലോ. സ്കാൽപ്പിൽ ആദ്യം നന്നായിട്ട് എല്ലായിടത്തും ആവുന്ന രീതിയിൽ നിങ്ങൾ ഓയിൽ തേച്ച് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് മുടിയുടെ അറ്റത്തൊക്കെ തേച്ച് കൊടുക്കുക കേട്ടോ. മുടിയുടെ അറ്റത്തൊക്കെ തേക്കേണ്ടത് നിർബന്ധമാണ്. കാരണം ആഴ്ചയിൽ ഒരു തവണ മാത്രമേ നമ്മൾ ഡീപ്പ് ഹെയർ ഓയിലിംഗ് ചെയ്യുന്നുള്ളൂ. അന്നത്തെ ദിവസം നമ്മൾ കൂടുതലായിട്ട് ഓയിൽ എടുത്തിട്ട് മുടിയും സ്കാൽപ്പൊക്കെ നല്ല നനയുന്ന രീതിയിൽ തന്നെ നമ്മൾ ഓയിൽ തേച്ച് കൊടുക്കണം. എന്നാൽ മാത്രമേ മുടി പൊട്ടിപ്പോവാതിരിക്കാനോ സ്പ്ലിറ്റൻസ് ഒക്കെ വരാതിരിക്കാനൊക്കെ അത് നന്നായിട്ട് സഹായിക്കുള്ളൂ കേട്ടോ. അങ്ങനെ മുടിയിൽ നന്നായിട്ട് ഓയിലൊക്കെ തേച്ച് കഴിഞ്ഞിട്ട് ചെറിയൊരു മസാജിങ് കൊടുത്തിട്ട് നമുക്ക് മുടി കെട്ടി വെക്കാം. അപ്പൊ ഇനി കുറച്ചു നേരം ഓയിൽ ഇതുപോലെ തന്നെ ഇരിക്കട്ടെ. അപ്പൊ നമുക്ക് ഇന്ന് ചെറിയൊരു പാക്ക് ചെയ്യാം കേട്ടോ. കുറെ പേർക്ക് മുടി കൊഴിച്ചിലും താരനുമാണ് കൂടുതലായിട്ട് പ്രശ്നം പറയുന്നത്. അപ്പൊ മുടി കൊഴിച്ചിലും താരനും കുറയ്ക്കാൻ പറ്റിയ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പാക്കാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് പോയിട്ട് പാക്ക് തയ്യാറാക്കാം. അപ്പൊ നമ്മുടെ ഇന്നത്തെ പാക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടത് ചെറിയ ഉള്ളിയാണ് കേട്ടോ. ഞാനിവിടെ ഒരു 5-8 എണ്ണം എടുത്തിട്ടുണ്ട്. ഒറ്റ യൂസിന് നമുക്ക് ഇത്ര മതിയാവും. ചെറിയ ഉള്ളിയാണ് ഏറ്റവും നല്ലത്. ചെറിയ ഉള്ളി ഇല്ലാന്നുണ്ടെങ്കിൽ മാത്രം സവാള ഉപയോഗിക്കാം. വലുതാണെങ്കിൽ ഒരു കഷ്ണം ഉപയോഗിക്കാം, ചെറുതാണെങ്കിൽ ഒരെണ്ണം മൊത്തമായിട്ട് നമുക്ക് ഉപയോഗിക്കാം. അപ്പൊ ഇത് അരയ്ക്കാനായിട്ട് നമുക്കൊരു മിക്സിന്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പൊ ഇതിനകത്തേക്ക് ഞാൻ ഇനി അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കുന്നത് തൈരാണ്. ഒരു 3 സ്പൂൺ അളവിൽ തൈര് നിങ്ങൾ ചേർത്ത് കൊടുക്കുക. നമുക്ക് താരനാണെങ്കിലും മുടി കൊഴിച്ചിലാണെങ്കിലും അത് മാറ്റിയെടുക്കാനായിട്ട് ചെറിയ ഉള്ളിയും തൈരും നന്നായിട്ട് സഹായിക്കുന്നുണ്ട്. അപ്പൊ ഇത് രണ്ടും കൂടി ഉപയോഗിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് കേട്ടോ. നമുക്ക് ഒരു പ്രാവശ്യം ഉപയോഗിക്കുമ്പോൾ തന്നെ നല്ലൊരു റിസൾട്ട് നമുക്ക് കിട്ടും. അപ്പൊ ഇതിനകത്തേക്ക് നമ്മൾ ഇനി വേറെ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഞാനിതൊന്ന് അരച്ചെടുക്കട്ടെ. അപ്പൊ ഞാനിത് നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു തുണി ഉപയോഗിച്ചിട്ട് നമുക്കിത് അരിച്ചെടുക്കാം കേട്ടോ. അരിപ്പയിൽ വേണമെങ്കിൽ അരിക്കാൻ കുഴപ്പമില്ല, പക്ഷെ തുണി ഉപയോഗിച്ചിട്ട് അരിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി പിഴിഞ്ഞ് അതിന്റെ സത്ത എടുക്കാൻ വേണ്ടി പറ്റുമല്ലോ. പിന്നെ നമ്മുടെ പാക്ക് ഈ ഒരു അളവിലാണ് കേട്ടോ ഇന്ന് ഉണ്ടാവുക. ഈ ഒരു പാക്ക് നമ്മൾ സ്കാൽപ്പിൽ മാത്രമാണ് തേക്കുന്നത്. അപ്പൊ ഈ ഒരു അളവിൽ നമുക്ക് മതി.
പിന്നെ നമുക്ക് മുടിയിൽ പാക്ക് തേച്ച് കൊടുക്കാം കേട്ടോ. അപ്പൊ പാക്ക് തേക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ ഒരു പഞ്ഞിയൊക്കെ ഉപയോഗിച്ച് കോട്ടണൊക്കെ ഉപയോഗിച്ചിട്ട് തേക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ്. കോട്ടൺ ഉപയോഗിക്കണം നിർബന്ധമില്ല കേട്ടോ, നിങ്ങൾക്ക് കൈ ഉപയോഗിച്ച് തേക്കണേ അങ്ങനെയും തേക്കാം. പിന്നെ ഇതുപോലെ കോട്ടണൊക്കെ ഉപയോഗിച്ച് തേക്കുകയാണെങ്കിൽ നമുക്ക് സ്കാൽപ്പിൽ എല്ലായിടത്തും നന്നായിട്ട് തേക്കാൻ വേണ്ടി പറ്റും. അപ്പൊ ഈ പാക്ക് ആ ഒരു രീതിയിലാണ് കേട്ടോ തേക്കേണ്ടത്. നമ്മൾ മുടിയിലേക്കല്ല നന്നായിട്ട് തേച്ച് കൊടുക്കുന്നത്, സ്കാൽപ്പിലാണ്. അപ്പൊ ഓരോ സെക്ഷനായിട്ട് നിങ്ങൾ മുടി എടുക്കുക, എന്നിട്ട് സ്കാൽപ്പിൽ എല്ലായിടത്തും ആവുന്ന രീതിയിൽ നന്നായിട്ട് തന്നെ തേച്ച് കൊടുക്കുക. പിന്നെ താരനൊക്കെ എവിടെയാണോ കൂടുതലായിട്ടുള്ളത് അവിടേക്ക് നിങ്ങൾ നന്നായിട്ട് തന്നെ തേച്ച് കൊടുക്കണം. പിന്നെ നെറ്റി കയറാൻ പ്രശ്നമുള്ളവരാണ്, നെറ്റിയിൽ മുടി ഉണ്ടായിട്ട് പൊഴിഞ്ഞു പോയവരാണെങ്കിൽ അവിടേക്ക് നിങ്ങൾ നന്നായിട്ട് തേച്ച് കൊടുക്കേണ്ട. പുതിയ മുടികളൊക്കെ വളരാനായിട്ട് നന്നായിട്ട് സഹായിക്കും. അപ്പോൾ പാക്ക് എല്ലായിടത്തും ഒന്ന് തേച്ച് കൈ ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്യാം. നമ്മുടെ സ്കാൽപ്പിൽ എല്ലായിടത്തും ആവാൻ വേണ്ടിയിട്ടാണ് മസാജ് ചെയ്തിട്ട് കെട്ടി വെക്കാം. അപ്പൊ ഞാനിതാ മുടി കെട്ടി വെച്ചിട്ടുണ്ട്. നമ്മൾ പാക്ക് തേച്ചിട്ട് മുടി കെട്ടി വെക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഈ ഒരു 15 മിനിറ്റ് വരെ ഇതുപോലെ തന്നെ ഇരിക്കട്ടെ, എന്നിട്ട് നമുക്ക് കഴുകാം കേട്ടോ. അപ്പൊ നമ്മൾ ഇന്ന് ഷാമ്പു ഉപയോഗിച്ചിട്ടാണ് കേട്ടോ മുടി കഴുകുന്നത്. നമ്മൾ ഡീപ്പ് ഹെയർ ഓയിലിംഗ് ചെയ്തിട്ടുണ്ട്, ഉള്ളിയുടെ പാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ ഷാമ്പു ഉപയോഗിച്ച് കഴുകുന്നതാണ് നല്ലത്. ആഴ്ചയിൽ ഒരു തവണ മാത്രമേ നമ്മൾ കെമിക്കൽ ഷാമ്പു ഉപയോഗിക്കുന്നുള്ളൂ. അപ്പൊ ഷാമ്പു ഇന്നത് തന്നെ ഉപയോഗിക്കണം ഞാൻ ഒരിക്കലും പറയില്ല. പിന്നെ നിങ്ങളുടെ കയ്യിലുള്ള ഏത് ഷാമ്പു ആണെങ്കിൽ ഉപയോഗിക്കാം, മൈൽഡ് ആയിട്ടുള്ള ഒരു ഷാമ്പു ആയിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ ഷാമ്പു എപ്പോഴും നമ്മൾ ഡൈലൂട്ട് ചെയ്തിട്ട് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഒരു 1/2 കപ്പ് വെള്ളം എടുക്കുക, അതിനകത്തേക്ക് ഷാമ്പു ചേർക്കുക, നന്നായിട്ട് പിന്നെ മിക്സ് ചെയ്തിട്ട് അത് ഉപയോഗിക്കുന്നതാണ് കേട്ടോ നല്ലത്. അപ്പോൾ ഇത് ഉപയോഗിച്ച് നല്ല വൃത്തിയായിട്ട് തന്നെ നമുക്ക് കഴുകണം. നമ്മൾ മുടിയിൽ ഉപയോഗിച്ചുള്ള ഓയിൽ കംപ്ലീറ്റ് ആയിട്ട് പോകുന്നത് വരെ നന്നായിട്ട് ഷാമ്പു ഉപയോഗിച്ചിട്ട് നമ്മൾ കഴുകി എടുക്കുക. പിന്നെ ഷാമ്പു ഉപയോഗിച്ച് കഴിഞ്ഞാൽ കണ്ടീഷണർ ഉപയോഗിക്കണം എന്നുള്ളത് നിർബന്ധമാണ് കേട്ടോ. കെമിക്കൽ കണ്ടീഷണർ ആണ് അങ്ങനെ നമ്മുടെ നാച്ചുറൽ കണ്ടീഷണർ ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നാച്ചുറൽ കണ്ടീഷണർ ആണെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഞാൻ ഇന്ന് കെമിക്കൽ കണ്ടീഷണർ ആണ് എടുക്കുന്നത്. കെമിക്കൽ കണ്ടീഷണർ ആണെങ്കിൽ മുടിയുടെ മിഡ് ലെങ്ത് മുതൽ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. നാച്ചുറൽ ആണെങ്കിൽ സ്കാൽപ്പിൽ ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഇനി നിങ്ങളുടെ കയ്യിൽ കണ്ടീഷണർ ഇല്ലാന്നാണെങ്കിൽ തലേ ദിവസത്തെ കഞ്ഞിവെള്ളം എടുത്ത് വെച്ചിട്ട് അത് ഉപയോഗിച്ചാലും കുഴപ്പമില്ല കേട്ടോ. ഞാൻ അതിൻ്റെയും വീഡിയോ ചെയ്തിട്ടുണ്ട്, അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ കണ്ടീഷണർ നന്നായിട്ട് മുടിയിൽ തേച്ച് ഒരു 5 മിനിറ്റ് ഒക്കെ നിൽക്കാൻ പറ്റുമെങ്കിൽ നിൽക്കാൻ. ഞാൻ തണുപ്പായതുകൊണ്ട് ഞാൻ നിൽക്കുന്നില്ല, അപ്പോൾ തന്നെ ഞാൻ കഴുകുകയാണ് കേട്ടോ. പിന്നെ കണ്ടീഷണറും നമ്മുടെ മുടിയിൽ നിന്ന് പോകുന്ന ഒരു സമയം വരെ കൂടുതലായിട്ട് വെള്ളം ഉപയോഗിച്ചിട്ട് നല്ല വൃത്തിയായിട്ട് തന്നെ കഴുകി എടുക്കുക. അപ്പോൾ നമ്മുടെ ചലഞ്ചിൽ ഡേ 1 നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് കേട്ടോ മുടിയിൽ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ദിവസം മുടി കഴുകി ഉണങ്ങി കഴിഞ്ഞിട്ട് നൈറ്റ് ഹെയർ കെയർ നിങ്ങൾ സിമ്പിൾ ആയിട്ട് ചെയ്താൽ മതി. നൈറ്റ് ഹെയർ കെയർ എന്ന് പറയുമ്പോൾ ഹെയർ സെറം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ കുറച്ചെടുത്തിട്ട് മുടിയിലൊന്ന് ജസ്റ്റ് തേച്ച് ചെറിയൊരു മസാജിങ് കൊടുത്തിട്ട് ചീകി കെട്ടി കളഞ്ഞിട്ട് കെട്ടി വെച്ചാൽ മതി. അപ്പോൾ ഇന്നത്തെ ദിവസം ഇത്ര കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതി. ഇനി നാളത്തെ ദിവസം നമ്മുടെ ചലഞ്ചിൽ 2ാമത്തെ ദിവസം നിങ്ങളിപ്പോൾ ഡെയിലി ഹെയർ വാഷ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കഴുകാം. പിന്നെ മഴയൊക്കെയാണ് തണുപ്പൊക്കെയാണ്, നിങ്ങൾക്ക് ഒന്നിടവിട്ട ദിവസങ്ങളിൽ മുടി കഴുകുന്നത് കംഫർട്ട് ആവുമെങ്കിൽ ഒന്നിടവിട്ട ദിവസങ്ങളിൽ കഴുകുന്നതാണ് കേട്ടോ നല്ലത്. ഞാൻ അങ്ങനെയാണ് കഴുകുന്നത്. അപ്പോൾ നാളത്തെ ദിവസം മുടി കഴുകുന്നുണ്ടെങ്കിൽ വെറുതെ വെള്ളത്തിൽ കഴുകാം, കഴുകുന്നില്ലെങ്കിൽ കഴുകണ്ട. മോർണിംഗ് ഹെയർ കെയറും നൈറ്റ് ഹെയർ കെയറും കാര്യമായിട്ട് ചെയ്താൽ മതി. പിന്നെ 3ാമത്തെ ദിവസം നമ്മൾ പാക്ക് ഉപയോഗിക്കുന്നുണ്ട്, അന്നത്തെ ദിവസം നമുക്ക് വീഡിയോ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇന്ന് ഇത്രയും കാര്യങ്ങളാണ് ഉള്ളത്. എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും നിങ്ങൾക്ക് വ്യക്തമാവാത്ത കാര്യം ഉണ്ടെങ്കിൽ കമന്റിലൂടെ ചോദിച്ചാൽ മതി, ഉറപ്പായിട്ട് റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് നമുക്കിനി അടുത്ത ദിവസം കാണാം.